അപ്പർ കേസ് ലെറ്റേഴ്സ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ്. ഡിസൈനിങ് അറിയുന്നവർക്കും അറിയാത്തവർക്കും അപ്പർ കേസ് എന്താണെന്നും ലോവർ കേസ് എന്താണെന്നും അറിയാം. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തിനാണ് ഇങ്ങനെ രണ്ട് സെറ്റ് ലെറ്റേഴ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പേര് അപ്പർ കേസ് ലോവർ കേസ് ഇത് വന്നത്? ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. റൈറ്റിംഗ് ഇൻവെന്റ് ചെയ്യപ്പെട്ട കാലത്ത് കല്ലുകളിലും കളിമണ്ണിന്റെ ടാബ്ലറ്റ്സിലുമൊക്കെയാണ് എഴുതിയിരുന്നത്. സോ സ്ട്രെയിറ്റ് ലൈൻസും ബിഗ്ഗർ കർവ്സുമുള്ള ലെറ്റേഴ്സാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ലെറ്റേഴ്സാണ് ക്യാപിറ്റൽ ലെറ്റർ എന്നറിയപ്പെടുന്നത്. പിന്നീട് എഴുതാനായി പുതിയ മീഡിയംസ് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ പാപ്പിറസ് ഇലകളിലും പേപ്പറിലുമൊക്കെ എഴുതാൻ തുടങ്ങി. സോ എഴുത്തിൻ്റെ സ്പീഡ് കൂടി, സ്ട്രെയിറ്റർ ലെറ്റേഴ്സിന് പകരം കേർവി ആയിട്ടുള്ള ലെറ്റേഴ്സ് വന്നു. ഇതാണ് ലോവർ കേസ് ലെറ്റേഴ്സ്. പക്ഷേ അപ്പർ കേസ് ലോവർ കേസ് എന്നീ പേരുകൾ വരുന്നത് പ്രിന്റിംഗ് പ്രസ്സുകളുടെ വരവോടുകൂടിയാണ്. പ്രിന്റിംഗ് പ്രസ്സുകളിൽ അക്ഷരങ്ങളെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന ബോക്സുകളാണ് കേസുകൾ. ഫ്രീക്വൻ്റ് ആയി ഉപയോഗിച്ചിരുന്ന ലെറ്റേഴ്സ് താഴത്തെ ബോക്സ്, അതായത് ലോവർ കേസിലും, ഉപയോഗം കുറവുള്ള ലെറ്റേഴ്സ് മുകളിലത്തെ ബോക്സ്, അതായത് അപ്പർ കേസിലും വെച്ചു. അങ്ങനെയാണ് അപ്പർ കേസ് ലോവർ കേസ് എന്നീ പേരുകൾ കിട്ടുന്നത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി അവ്യൂ ഡിസൈൻ സ്കൂൾ ഫോളോ ചെയ്യുക.